ആലുവയിൽ 1 കിലോ MDMA പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഓണം ലക്ഷ്യമിട്ടാണ് MDMA എത്തിച്ചത് എന്നാണ് കണ്ടെത്തൽ. വിൽപ്പന സംഘത്തിലെ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരു സ്വദേശിയായ സർമീൻ അക്തറിനെയും ഫോർട്ട് കൊച്ചി സ്വദേശി സമീറിനെയും 1 കിലോ MDMAയുമായി എറണാകുളം റൂറൽ പോലീസ് പിടികൂടിയത്. ഇവർ ഈ MDMA ഡൽഹിയിൽ നിന്ന് എത്തിച്ചത് ഓണം ലക്ഷ്യമിട്ടാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഓണസമയത്ത് എറണാകുളത്തും കൊച്ചിയിലുമൊക്കെ പരിശോധനകൾ ശക്തമാകും. അതുകൊണ്ട് നേരത്തെ MDMA എത്തിച്ച് സ്റ്റോക്ക് ചെയ്യാനാണ് ഈ സംഘം ശ്രമിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഘത്തിൽപ്പെട്ട ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ ഇത് 1 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നാണ് എന്നൊരു പ്രാഥമിക നിഗമനമുണ്ടായി. പക്ഷേ കൂടുതൽ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് കലർപ്പില്ലാത്ത MDMA, അതായത് പ്യുവർ ക്വാണ്ടിറ്റി ഓഫ് MDMA ആണിത്. അതുകൊണ്ട് തന്നെ വിപണിയിൽ 2 മുതൽ 3 കോടി രൂപ വരെ വിലമതിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഒപ്പം ഇവർക്ക് പിന്നിൽ കൂടുതൽ സംഘങ്ങളുണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. ഒപ്പം ഈ ഓണവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി കൂടുതൽ പരിശോധനകൾ കർശനമാക്കാനും പോലീസ് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വേണു, ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.